ജീവിച്ചു കൊതിതീരും മുൻപേ വിധിയുടെ വിളയാട്ടത്തിൽ കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞുപോയൊരു ആനക്കുട്ടി. തിരുവമ്പാടിക്കണ്ണന്റെ മുൻപിലേക്ക് അവൻ വന്നതും പോയതും വളരെ പെട്ടെന്നായിരുന്നു. ഇവൻ തിരുവമ്പാടി രഘുറാം. വളരെ ചുരുങ്ങിയ കാലം മാത്രം തിരുവമ്പാടിക്കണ്ണന്റെ ഇഷ്ടത്തോഴനാവാൻ വിധിക്കപ്പെട്ടവൻ. 2005 കാലഘട്ടത്തിൽ തിരുവമ്പാടിയിലെ മേൽശാന്തിയായിരുന്ന ശ്രീ സുകുമാരൻ നമ്പൂതിരിക്ക് എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കുവാൻ തമിഴ്നാട്ടിൽ നിന്നുമെത്തിയ ഒരു ഭക്തന് ആഗ്രഹം തോന്നി. ഭക്തന്റെ ആഗ്രഹം സന്തോഷപൂർവ്വം നിരസിച്ച മേൽശാന്തിക്ക് വേണ്ടി ഒരു ആനക്കുട്ടിയെ തിരുവമ്പാടിക്കണ്ണന് സമർപ്പിക്കാൻ തീരുമാനിച്ചു. അതിനായി 1 വർഷത്തെ സാവകാശം ചോദിച്ച ഭക്തൻ 2007 നവംബറിൽ നിയമത്തിന്റെ നൂലാമാലകളൊക്കെ ഭേദിച്ചുകൊണ്ട് ആസാമിൽ നിന്നും ഒരു കുട്ടിക്കൊമ്പനെ തിരുവമ്പാടിക്കണ്ണന് നടയിരുത്തി. അവനാണ് തിരുവമ്പാടി രഘുറാം. തിരുവമ്പാടിയിലെത്തുന്ന ഭക്തരുടെ ഇഷ്ടഭാജനമായി കണ്ണന്റെ കളിത്തോഴനായി 6 മാസക്കാലം കുസൃതികൾ കാട്ടി അവൻ നടന്നു. പക്ഷേ തിരുവമ്പാടിക്കണ്ണന്റെ ശീവേലിയെടുക്കാനുള്ള ഭാഗ്യം അധികനാൾ അവനുണ്ടായിരുന്നില്ല. 2008 ജൂണിൽ അവൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. ജൂൺ 20-ാം തീയതി രാത്രി ശീവേലിക്കെത്തിയ രഘുറാമിന് വല്ലാത്ത ക്ഷീണം അനുഭവപ്പെട്ടു. 21-ന് രാത്രി ആനക്കുട്ടി ചെരിയുകയും ചെയ്തു. ആനകളെ മാരകമായി ബാധിക്കുന്ന ഹെർപ്പിസ് രോഗബാധയായിരുന്നുവെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നത്. അകാലത്തിൽ പൊലിഞ്ഞുപോയ തിരുവമ്പാടിക്കണ്ണന്റെ കളിത്തോഴൻ രഘുറാമിന് പ്രണാമമർപ്പിക്കുന്നു.